ഡിവിസിബിലിറ്റി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 265 ഡിവൈഡഡ് ബൈ 5. 2-ൽ 5 ഇല്ല, 26-ൽ 5 ടൈംസ് 5 5s are 25. 6 minus 5 is 1. 2 minus 2 is 0. ഈ 5 താഴേക്ക് വരുന്നു. 15-ൽ 5 3 ടൈംസ് 3 5s are 15. 5 minus 5 is 0. 1 minus 1 is 0. നമുക്ക് റിമൈൻഡർ 0 കിട്ടി. 265 is divisible by 5 എന്ന് പറയാം നമുക്ക്. 319 divided by 5. 3-ൽ 5 ഇല്ല, 31-ൽ 5 6 ടൈംസ് 6 5s are 30. 1 minus 0 is 1. 3 minus 3 is 0. 9 താഴോട്ട് വരുന്നു. 19-ൽ 5 3 ടൈംസ് 3 5s are 15. 9 minus 5 is 4. 1 minus 1 is 0. ഇപ്പം നമുക്കൊരു റിമൈൻഡർ കിട്ടിയിട്ടുണ്ട് അല്ലേ. 319 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയാം. കാരണം എന്താ, ഒരു റിമൈൻഡർ ഉണ്ട് അല്ലേ. ഒരു നമ്പർ മറ്റൊരു നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഡിവിസിബിൾ ആണെന്ന് പറയാം. റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ അല്ല എന്നും പറയാം കേട്ടോ. ഇവിടെ നമുക്ക് 265 ഈസ് ഡിവിസിബിൾ ബൈ 5. 319 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ് ഡിവിസിബിലിറ്റി എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 5 ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഇത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വേറെ കാൽക്കുലേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ ഡിവിസിബിൾ ബൈ 5 ആണോ അല്ലയോ എന്ന് പറയുന്ന ഒരു ട്രിക്കാണ് ഈ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 125 ഇതിൻ്റെ ലാസ്റ്റിൽ ഡിജിറ്റ് നോക്കാം. ലാസ്റ്റിലെ ഡിജിറ്റ് 5 0 ആണെങ്കിൽ നമുക്ക് ഡിവിസിബിൾ ബൈ 5 ആണെന്ന് പറയാം. അതല്ലാതെ വേറെ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ഡിവിസിബിൾ ബൈ 5 അല്ല കേട്ടോ. അടുത്തൊരു നമ്പർ എഴുതാം. 6490. നോക്കൂ, ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്, ഡിവിസിബിൾ ബൈ 5 ആണ്. ഇനി അടുത്തത് 3014. ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 4 ആണ്. 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ മാത്രമാണ് ഡിവിസിബിൾ ബൈ 5 ആകുന്നത്. ഇത് ഡിവിസിബിൾ ബൈ 5 അല്ല കേട്ടോ. 78,345. ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 5 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 5 ആണ്. 40,392. ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 2 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 5 അല്ല. 8030. ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 5 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാതെ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് വൺസിൻ്റെ പ്ലേസിൽ 0 ആണോ 5 ആണോ എന്ന് നോക്കാം. ആണെങ്കിൽ അത് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ അത് ഡിവിസിബിൾ അല്ല. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 നോക്കാം ഇനി നമുക്ക്. അതും ഞാൻ എക്സാമ്പിൾ എഴുതി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 264 എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നോക്കേണ്ടത് ഇത് ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ എന്നാണ്. അതിന് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ ഈ നമ്പർ മുഴുവൻ ഈവൻ ആണ് അല്ലേ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണോ എന്നാണ്. ഡിവിസിബിൾ ബൈ 3യുടെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നമ്മൾ എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്തത്? 2 + 6 + 4 ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 2 + 6 8, 8 + 4 12 എന്ന് കിട്ടി. 12 3യുടെ ടേബിളിലുണ്ടല്ലോ. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 3 ആണ്, ഇത് ഡിവിസിബിൾ ബൈ 2 ആണ്. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിവിസിബിൾ ബൈ 6 ആണോ എന്ന് നോക്കാൻ ആദ്യം അത് ഡിവിസിബിൾ ബൈ 2 ആണോ എന്ന് നോക്കാം. അതായത് ഈവൻ നമ്പർ ആണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്നുകൂടെ നോക്കുക. അപ്പോൾ ഇനി വേറൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. 1566. ഇത് നോക്കൂ, ഇത് ഡിവിസിബിൾ ബൈ 2 ആണല്ലേ. ഇവിടെ ഈവൻ നമ്പർ ആണുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കാം. അതിന് 1 + 5 + 6 + 6 ചെയ്ത് നോക്കണം. 1 + 5 6 ആണ്. 6 + 6 12. 12 + 6 18. 18 3യുടെ ടേബിളിലുണ്ടല്ലോ. 6 3s are 18 അല്ലേ. അപ്പോൾ ഇതും ഡിവിസിബിൾ ബൈ 6 ആണെന്ന് പറയാം നമുക്ക്. 82,392.
ഇതിൽ നമുക്ക് ലാസ്റ്റ് കാണുന്നത് ഈവൻ നമ്പറാണ്. അപ്പോൾ ഇനി ഇത് ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നമുക്ക് നോക്കാം. 8 + 2 + 3 + 9 + 2. 8 + 2 is 10. 10 + 3 is 13. 13 + 9 is 22. 22 + 2 is 24. 24 3യുടെ ടേബിളിലുണ്ടോ? 8 3s are 24 അല്ലേ? ആദ്യം നമ്മൾ ഈവൻ നമ്പർ ആണോ എന്ന് നോക്കി, അതായത് ഡിവിസിബിൾ ബൈ 2 ആണോ എന്ന് നോക്കി, പിന്നെ ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കി. രണ്ടും ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 49,325. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. ഇത് ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പറാണ്. അപ്പോൾ തന്നെ നമുക്ക് പറയാം 49,325 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 6 എന്ന്. 7,058. ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 8 ആണുള്ളത്. ഈവൻ നമ്പറാണ്, ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കാം. 7 + 0 + 5 + 8. 7 + 0 7. 7 + 5 is 12. 12 + 8 is 20. 23യുടെ ടേബിളിലില്ല. അതുകൊണ്ട് ഈ നമ്പർ ഡിവിസിബിൾ ബൈ 6 അല്ല. ഒരു നമ്പർ കൂടെ നോക്കാം നമുക്ക്. 10,536. ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 6 ആണ്. അതുകൊണ്ട് ഇത് ഡിവിസിബിൾ ബൈ 2 ആണെന്ന് പറയാം. ഇനി ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 6 ആണോ അല്ലേ എന്ന് മനസ്സിലാവും. 1 + 0 + 5 + 3 + 6. 1 + 0 is 1 + 5 is 6. 6 + 3 is 9. 9 + 6 is 15. 15 3യുടെ ടേബിളിലുണ്ട്. ഇത് ഡിവിസിബിൾ ബൈ 6 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ നമ്പറുകളിൽ 264ഉം 1566ഉം 82,392ഉം 10,536ഉം ഡിവിസിബിൾ ബൈ 6 ആണ്. ഈ രണ്ട് നമ്പേഴ്സുമാണ് ഡിവിസിബിൾ ബൈ 6 അല്ലാതായത്. അതിന് കാരണം ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിലുള്ളത് 5 ആണ്. 5 ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ 6ന് ഡിവിസിബിൾ ആയിരിക്കില്ല. ഇവിടെ ഈവൻ നമ്പർ തന്നെ ആയിരുന്നു വൺസിൻ്റെ പ്ലേസിൽ. പക്ഷെ നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ അത് ഡിവിസിബിൾ ബൈ 3 ആയിരുന്നില്ല. ഡിവിസിബിൾ ബൈ 3 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 6ഉം ആയിരിക്കില്ല കേട്ടോ. ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഞാൻ ആദ്യം കാണിച്ചു തരാം. 441. അപ്പോൾ ഇതിൽ വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ എടുക്കുന്നു നമ്മൾ. എന്നിട്ട് അതിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 2 is 2. എന്നിട്ട് ഇവിടെ റിമൈനിങ് നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ റിമൈനിങ് നമ്പേഴ്സ് ഇങ്ങോട്ട് എഴുതുന്നു. എന്നിട്ട് ഈ 2 ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നു. 44 - 2 42 ആണല്ലോ. 42 7ൻ്റെ ടേബിളിലില്ലേ കൂട്ടുകാരെ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ചെയ്യുമ്പോൾ നമ്മൾ 7ൻ്റെ ടേബിൾ നന്നായി പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. 7ൻ്റെ ടേബിൾ അറിയില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ കുറച്ച് പ്രശ്നമാണ് അല്ലേ. 42 7ൻ്റെ ടേബിളിലുണ്ടോ എന്ന് ആലോചിച്ചിരിക്കണ്ടേ? കൂട്ടുകാർ എന്തായാലും ടേബിൾസ് ഒക്കെ ഒന്ന് നന്നായി പഠിച്ചു വെക്കണേ. അപ്പോൾ ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെന്താണെന്ന് നോക്കാം. 441 തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ വൺസിൻ്റെ പ്ലേസിൽ 1 ആണുള്ളത്, അതിവിടെ എഴുതി. ഇൻറ്റു 5 ആണ് ചെയ്തത്. ഇവിടെ ഇൻറ്റു 2 ആണ് ചെയ്തത്, ഇവിടെ ഇൻറ്റു 5 ആണ് ചെയ്യുന്നത്. എന്നിട്ട് ആൻസർ ഇവിടെ എഴുതി. ഇനി നമ്മൾ റിമൈനിങ് നമ്പേഴ്സ് എടുത്തു. 44. ഇവിടെ നമ്മൾ ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 44 + 5 is 49 എന്ന് കിട്ടി. 49ഉം 7ൻ്റെ ടേബിളിലുണ്ടല്ലോ. അപ്പോൾ 441 ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് പറയാം. ഈ രണ്ട് മെത്തേഡും ഈസി അല്ലേ കൂട്ടുകാരെ? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു, ഇവിടെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടുന്ന ആൻസർ റിമൈനിങ് നമ്പറിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു, അതിനെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് റിമൈനിങ് നമ്പേഴ്സുമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. രണ്ട് മെത്തേഡായാലും നമുക്ക് 7ൻ്റെ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്യാം. 896. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 6 × 2 = 12. റിമൈനിങ് നമ്പേഴ്സിൽ നിന്ന് നമുക്ക് 12 സബ്ട്രാക്ട് ചെയ്യാം. 89 - 12. 9 - 2 is 7. 8 - 1 is 7. 77 എന്ന് കിട്ടിയിട്ടുണ്ട്. 77 7ൻ്റെ ടേബിളിലെ കൂട്ടുകാരെ. അപ്പോൾ 896 ഈസ് ഡിവിസിബിൾ ബൈ 7 എന്ന് പറയാം. ഇനി മറ്റേ മെത്തേഡ് കൂടെ ഒന്ന് നോക്കാം അല്ലേ. 896 ആണ്.
6 ആണ് വൺസിൻ്റെ പ്ലേസിൽ. 6 × 5 ആണ് ചെയ്യേണ്ടത് നമുക്ക് 30 കിട്ടുന്നു. ഇനി റിമൈനിങ് നമ്പർ 89 അത് എഴുതി പ്ലസ് 30 ചെയ്യാം നമുക്ക്. 89 പ്ലസ് 30 9 8 പ്ലസ് 3 ഈസ് 11 119 എന്ന് കിട്ടി നമുക്ക്. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം നമുക്ക്. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 9 × 5 = 45. ഇനി റിമൈനിങ് നമ്പേഴ്സ് 11 ആണ്. 11 പ്ലസ് 45 എഴുതാം. 56 എന്ന് കിട്ടും നമുക്ക്. 56 7th ടേബിളിലുണ്ടല്ലോ. 8 7s are 56 അല്ലേ? അപ്പോൾ 2 മെത്തേഡിലും നമ്മളത് പ്രൂവ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഒരു മെത്തേഡിൽ ചെയ്യാം, വേറൊരു എക്സാമ്പിൾ മറ്റേ മെത്തേഡിലും ചെയ്യാം. അത്ര മതിയില്ലേ കൂട്ടുകാരെ? നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമല്ലോ. 2893. ഇതിൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3 × 2 ചെയ്യാം. അപ്പോൾ 6 എന്ന് കിട്ടി. റിമൈനിങ് നമ്പേഴ്സ് 289 ആണ്. അതിവിടെ എഴുതാം. -6 ചെയ്യാം. 289 - 6. 9 - 6 is 3. 8 - 0 8. 2 - 0 2. 283 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും അതേ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ ലാസ്റ്റിൽ വന്നിട്ടുള്ളത് 3 ആണ്. അപ്പോൾ 3 × 2 = 6. റിമൈനിങ് നമ്പർ 28 ആണ്. 28 ഇവിടെ എഴുതി. 28 - 3 ചെയ്യാം. അപ്പോൾ 28ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 ആണ് കിട്ടുന്നത്. 25 ഡിവിസിബിൾ ബൈ 7 അല്ല. അതുകൊണ്ട് 2893 ഡിവിസിബിൾ ബൈ 7 അല്ല കേട്ടോ. ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം നമുക്ക്. 5789. ഈ മെത്തേഡല്ല ചെയ്യുന്നത്, വേറൊരു മെത്തേഡ് കൂടി ഉണ്ടല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. ലാസ്റ്റിലെ ഡിജിറ്റ് 9 ആണ്. 9 × 5 ചെയ്യാം. നമുക്ക് 45 എന്ന് കിട്ടും. റിമൈനിങ് നമ്പേഴ്സ് 5 7 8 പ്ലസ് 45 ചെയ്യാം. 5 7 8 പ്ലസ് 45. 8 plus 5 is 13. 3 here, 1 up. 1 plus 7 is 8. 8 plus 4 is 12. 2 here, 1 up. 1 plus 5 is 6. 623. ഇനി സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 3 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 3 × 5 = 15. റിമൈനിങ് നമ്പർ 62 ആണ്. 62 പ്ലസ് 15 എന്ന് എഴുതാം. 62 പ്ലസ് 15. 2 plus 5 is 7. 6 plus 1 is 7. 77. 77 7th ടേബിളിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണെന്ന് പറയാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തതെന്നല്ല? അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ റിമൈനിങ് ഡിജിറ്റ്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. അതും ഇങ്ങനെ വലിയ നമ്പറൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതേ സ്റ്റെപ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അങ്ങനെ കിട്ടുന്ന ഫൈനൽ ആൻസർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഡിവിസിബിൾ ബൈ 7 ആണോ അല്ലേ എന്ന്. ഇതിനെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 7th ടേബിൾ നന്നായി പഠിച്ചിരിക്കണം കേട്ടോ കൂട്ടുകാരെ. എന്നാൽ മാത്രമേ നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ കൂട്ടുകാരെ. മറ്റ് വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.